ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. 2-3 ദിവസമായിട്ടേ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ലുലു മോളിൽ ചക്ക ഫെസ്റ്റ് നടക്കുന്നതും ചക്ക വിഭവങ്ങൾ ഇങ്ങനെ നിരത്തിയിരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ കാണാറില്ല എല്ലാവരും. നമ്മളും അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് എന്നാൽ ചക്ക ഫെസ്റ്റ് അല്ലേ, ഞായറാഴ്ചയാണ്, എന്നാൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ലുലു മോളിലേക്ക് പോയി. അങ്ങനെ ലുലു മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ, പാലക്കാട് ലുലു മോളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കോഫി ഉണ്ടാക്കുന്നൊരു കുറച്ച് ചേച്ചിമാരുണ്ടല്ലോ. ഞങ്ങൾ അവരുടെ നിന്ന് കോഫിയൊക്കെ മേടിച്ച് ഞാനും അമ്മയും കൂടെ ഹരീഷൻസിലെ കുത്തനെ പോലെ ഊതി ഊതി കുടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കും കാപ്പി ഊതി ഊതി കുടിക്കണതാണ് ഇഷ്ടം. എന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായതേ നമ്മൾ പറ്റിക്കപ്പെട്ടു ഗൈസ്. ചക്ക ഫെസ്റ്റ് ഒന്നും അവിടെ നടക്കണില്ല. അത് ദുബായ് ഔട്ട്ലെറ്റിൽ എവിടെയാണ് ഉള്ള അതിൻ്റെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരുന്നതെന്നുള്ളത്. ഞാനത് ശ്രദ്ധിച്ചില്ല. ശരി, പോയതല്ലേ, അപ്പോൾ കുറച്ച് പ്രൊവിഷൻസൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ട് പായസം ഫെസ്റ്റ്. വിഷു പ്രമാണിച്ച് പായസം ഫെസ്റ്റ് നടക്കുക അവിടെ. ഏതായാലും പോയത് വെറുതെ ആയില്ല. വെറൈറ്റി പായസങ്ങളൊന്നും ഇല്ല കേട്ടോ. പതിവ് സേമിയ പായസം, ഗോതമ്പ് പായസം, അങ്ങനെയുള്ള പായസങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ 2 ദിവസം മുന്നെയാണ് ചക്ക പായസം ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ചക്ക പായസം കണ്ടപ്പോൾ ഒരു പുതുമ തോന്നിയില്ല. പഴം പായസവും അതേപോലെ പൈനാപ്പിൾ പായസമൊക്കെ 1/2 ലിറ്റർ വാങ്ങിച്ചു. പിന്നെ നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഐസ്ക്രീം ഫെസ്റ്റ് നടക്കണു. ഗംഭീര ഐസ്ക്രീം ഫെസ്റ്റ് ആയിരുന്നു കേട്ടോ. ബൈ 1 ഗെറ്റ് 1 ഓഫർ കുറേ ബ്രാൻഡുകൾക്ക് ഉണ്ടായിരുന്നു. അങ്കിൾ ജോൺ, ലാസാസ്കി, മെറി ബോയ്, അങ്ങനെ ഒരുപാട് ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം മാത്രം ഉണ്ടായിരുന്നില്ല, അരുൺ ഐസ്ക്രീം. എന്നാലും കുഴപ്പമില്ല, നിറയെ ആളുകൾ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഐസ്ക്രീം ഫെസ്റ്റിൻ്റെ അവിടെ ആയിരുന്നു കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഐസ്ക്രീമിന്. പിന്നെ ഒരുപാട് ഫ്ലേവേഴ്സും ഒരുപാട് ബ്രാൻഡിൻ്റെയും ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. അതൊന്നും മേടിച്ചില്ല. പക്ഷെ പോയതല്ലേ എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ലുലുമോളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് പൈസ പൊടിയാണ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങില്ലല്ലോ. പിന്നെ അതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു തണ്ണീർപ്പന്തലുണ്ട് കേട്ടോ. ആ തണ്ണീർപ്പന്തൽ അതിൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന സംഭാരം, പിന്നെ ഇതേണ്ട ഈ ഐറ്റം, അടാറ് ഐറ്റമാണ് മാംഗോ ലസ്സി. ഈ സാധനം കുടിക്കാണ്ട് പുറത്തേക്ക് പോരരുത്. എനിക്ക് ആ ലുലു മോളിൽ പോയ യാത്രയിൽ വെർത്തായിട്ട് തോന്നിയത് ഈ മാംഗോ ലസ്സിയാണ്. അങ്ങനെ ലുലു മോൾ യാത്രയും കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.